ശൃംഗാര പദപ്രയോഗത്തിലും ശൃംഗാരകലയിലും വീരനാണ് തിക്കുറിശ്ശി സുകുമാരൻ നായർ. മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന പദവി തിക്കുറിശ്ശിക്ക് മാത്രം സ്വന്തം. എന്തിനും ഏതിനും ശൃംഗാരവും അശ്ലീലവും ചേർക്കുക എന്നുള്ളത് തിക്കുറിശ്ശിയുടെ ഒരു കലയാണ്. തിക്കുറിശ്ശിയുടെ നാവ് പൊന്നാണ്. അബ്ദുൽ ഖാദറിന് പ്രേം നസീർ എന്ന പേര് കൊടുത്തത് തിക്കുറിശ്ശിയാണ്. അബ്ദുൽ വഹാബിന് പ്രേം നസീറിൻ്റെ അനിയൻ അബ്ദുൽ വഹാബിന് പ്രേം നവാസ് എന്ന പേര് കൊടുത്തതും തിക്കുറിശ്ശിയാണ്. സംവിധായകൻ പ്രിയദർശന് പേരിട്ടത് തിക്കുറിശ്ശിയാണ്. സുകുമാരൻ ആദ്യമായി ഒരു കല്യാണ മണ്ഡപം പണിതപ്പോൾ ആ കല്യാണ മണ്ഡപത്തിന് സ്യമന്തകം എന്ന പേരിട്ടത് തിക്കുറിശ്ശിയാണ്. തിക്കുറിശ്ശി പേരിട്ടാൽ അത് രാശിയാണ്. കുഞ്ഞാലി എന്ന നാടക നടനെ ബഹദൂർ എന്നാക്കി മാറ്റിയത് തിക്കുറിശ്ശിയാണ്. ഇങ്ങനെ തിക്കുറിശ്ശി ചരിത്രം ഒരുപാടുണ്ട് മലയാള സിനിമയിൽ. തിക്കുറിശ്ശി ഒരു പേരിട്ടാൽ ആ പേരിൻ്റെ രാശി അത് വല്ലാത്തൊരു രാശിയാണ്. എന്തായാലും തിക്കുറിശ്ശിയെ പറ്റി കോട്ടയം ശാന്ത സിനിമാ മംഗളത്തിൽ എഴുതിയ ഒരു കുറിപ്പാണ്, അല്ലെങ്കിൽ അവരുടെ ആത്മകഥയിലെ ഒരു ഭാഗമാണ് സിനിമാ കേരള പ്രേക്ഷകർക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. അവർ തിക്കുറിശ്ശിയെ പറ്റി പലതും പറഞ്ഞിട്ടുണ്ട്. മുന്നും പിന്നും നോക്കാതെ അശ്ലീലം പറയുന്ന തിക്കുറിശ്ശി. ഉണ്ണിമേരി എന്ന നടി വലിയ ഹൈപ്പിലേക്ക് പോകുമ്പോൾ 14 വയസ്സുകാരിയായ ഉണ്ണിമേരിയുടെ ശരീരം ഹോർമോൺ ചികിത്സ കൊണ്ട് വണ്ണം വെച്ചു എന്നറിഞ്ഞപ്പോൾ തിക്കുറിശ്ശി പറഞ്ഞത്, എന്തിനാണ് ഹോർമോൺ ചികിത്സ, എൻ്റെ മടിയിലിരുത്തി ഞാൻ കൈവളം കൊടുത്താൽ പോരെ എന്നാണ് കോട്ടയം ശാന്ത തുറന്നെഴുതി. അത് മറ്റൊരു കാര്യം കൂടി കോട്ടയം ശാന്ത എഴുതി. അത് തിക്കുറിശ്ശി തിരണ്ട കാര്യമാണ്. തിക്കുറിശ്ശിക്ക് ആർത്തവം വന്ന കാര്യമാണ്. വളരെ രസകരമായി കോട്ടയം ശാന്ത അത് എഴുതുന്നുണ്ട്. ഒരു സിനിമയുടെ സെറ്റിൽ തിക്കുറിശ്ശി ഇരിക്കുന്നു. ചുറ്റുപാടും നടീനടന്മാർ, പ്രേം നസീർ അടക്കമുള്ള നടീനടന്മാർ. കോട്ടയം ശാന്തയും തിക്കുറിശ്ശിയും അടുത്തടുത്ത് ഇരിക്കുന്നു. പെട്ടെന്ന് കോട്ടയം ശാന്ത ഒരു ദൃശ്യം കണ്ടു. തിക്കുറിശ്ശിയുടെ മുണ്ടിൽ രക്തം. തിക്കുറിശ്ശി അതറിയുന്നില്ല, പക്ഷേ രക്തം കട്ട പിടിച്ച് കിടക്കുന്നു. കോട്ടയം ശാന്തയ്ക്ക് പരിഭ്രമമായി. തിക്കുറിശ്ശിയോട് കോട്ടയം ശാന്ത കാര്യം പറഞ്ഞു. അപ്പോൾ തിക്കുറിശ്ശി പറഞ്ഞ ഒരു വാക്ക്, അത് ഞാൻ തിരണ്ടതാണ് എന്നാണ്. യഥാർത്ഥത്തിൽ പൈൽസായിരുന്നു തിക്കുറിശ്ശിയുടെ പ്രശ്നം. പൈൽസ് ബാധിച്ചാൽ രക്തം വാർന്നൊഴുകും. അത് പലരും തിരിച്ചറിയില്ല. അതായിരുന്നു തിക്കുറിശ്ശിയുടെ പ്രശ്നം. അത് കോട്ടയം ശാന്ത മനോഹരമായി എഴുതിയിട്ടുണ്ട് ആത്മകഥയിൽ. തിക്കുറിശ്ശി തിരണ്ടപ്പോൾ എന്നായിരുന്നു ആ ആത്മകഥയിലെ ആ അധ്യായത്തിൻ്റെ ടൈറ്റിൽ. എന്തായാലും തിക്കുറിശ്ശിക്ക് ആർത്തവം വന്നതും തിക്കുറിശ്ശി അതിനെ ഹാസ്യാത്മകമായി, അല്ലെങ്കിൽ തെല്ല് ഹാസ്യത്തോടെ കൈകാര്യം ചെയ്തതും ഒക്കെ ചരിത്രങ്ങൾ ഇങ്ങനെയാണ്. ചരിത്രങ്ങളിൽ കൗതുകകരമായ ചരിത്രങ്ങളും ഉണ്ടാകും, കൗതുകകരമല്ലാത്ത ചരിത്രങ്ങളും ഉണ്ടാകും. തിക്കുറിശ്ശിക്ക് ആർത്തവം വന്ന കഥ കൗതുകകരമായ ഒരു ചരിത്രമാണ്. തിക്കുറിശ്ശി പല വിധത്തിൽ, പല രീതിയിൽ, പല തലത്തിൽ പ്രതിഭയാണ്. നന്നായി പാട്ടെഴുതാൻ തിക്കുറിശ്ശിക്ക് അറിയാം. നന്നായി കവിത എഴുതാൻ അദ്ദേഹത്തിന് അറിയാം. നന്നായി അഭിനയിക്കാനും അദ്ദേഹത്തിന് അറിയാം.
മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ താരമായ തിക്കുറിശ്ശി പിന്നീട് പല തലമുറകൾക്കൊപ്പം അഭിനയിച്ചു. രതീഷിനോടൊപ്പവും ശങ്കറിനോടൊപ്പവും മമ്മൂട്ടിയോടൊപ്പവും മോഹൻലാലിനോടൊപ്പവും ജയറാമിനോടൊപ്പവും ഒക്കെ അദ്ദേഹം അഭിനയിച്ചു. അഭിനയിക്കുമ്പോഴെല്ലാം അഭിനയത്തിൽ സ്വാഭാവികത വരുത്താൻ അദ്ദേഹം ശ്രദ്ധിച്ചു. അതൊക്കെയാണ് തിക്കുറിശ്ശി കഥകൾ.